സഹോദരങ്ങളെ, ഈ കർമ്മങ്ങൾക്ക് വല്ലാത്ത പ്രസക്തിയാണ് ജീവിതത്തിൽ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ കർമ്മങ്ങൾ ചെറുതും വലുതുമായി ചെയ്യാൻ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ പലപ്പോഴും ഒരു അശ്രദ്ധ കൊണ്ട് പലതും വിട്ടുപോകുന്ന സാഹചര്യം ഉണ്ട് എന്നത് സത്യമാണ്. അതിൻ്റെയൊക്കെ നമ്മൾ നഷ്ടപ്പെടുത്തിയ സൽക്കർമ്മങ്ങളുടെ വില ശരിക്കും അറിയുന്ന ചില സന്ദർഭങ്ങൾ ഖുർആനും ഹദീസും പഠിപ്പിക്കുന്നുണ്ട്. ഒന്നെപ്പോഴെന്നറിയോ? ഒന്ന് മരിക്കുമ്പോഴാണ്. മരിക്കാൻ പോകാണെന്ന് അറിയുന്ന സമയത്ത് തനിക്ക് സാഹചര്യമുണ്ടായിട്ടും കഴിവുണ്ടായിട്ടും ഉപേക്ഷ വരുത്തിയ സൽക്കർമ്മങ്ങളെക്കുറിച്ചാണ് ആളുകൾ ചിന്തിക്കാന്നാണ്. ഇട്ടേച്ച് പോകുന്ന മക്കളെക്കുറിച്ചോ സ്ഥാപനത്തെക്കുറിച്ചോ അല്ലെങ്കിൽ വീടിനെക്കുറിച്ചോ ഒന്നും അവിടെ ചിന്തല്ല. മരിക്കാൻ അങ്ങോട്ട് പോകുന്ന സമയത്ത് പടച്ചോനെ നിന്റെ അടുത്ത് സൽക്കർമ്മങ്ങളില്ലല്ലോ എന്ന് മാത്രമേ ചിന്തിക്കൊള്ളുന്നതാണ്. ആലോചിക്കുക, വേറൊന്നിനെ കുറിച്ചും ചിന്തല്ല. ഒരുപാട് സ്വപ്നങ്ങളുമായി നടന്ന മനുഷ്യനായിരുന്നു. നാളെ വീട് കൂടാൻ പോകുകയാണ്. വർഷങ്ങൾ അദ്ദേഹം അധ്വാനിച്ചത് ആ വീടൊന്ന് ഒന്ന് അതിലേക്ക് കാലെടുത്ത് വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു. തലേന്നാ മരിക്കണേ. ആ മനുഷ്യൻ പോലും പടച്ചോനെ എൻ്റെ പെരപ്പണി ഒന്നും എനിക്ക് പൂർത്തിയാക്കാൻ അവസരം തന്നില്ലോ എന്നല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഹത്താ ഇദാ ജാഅ അഹദഹുമുൽ മൗത്ത് ഖാല റബ്ബി ഇർജിഊൻ. അവരിലേക്ക് ഒരാൾക്ക് ഇങ്ങനെ മരണമാസന്നമാകുന്ന സമയത്ത് റബ്ബിനോട് പറയാ, പടച്ചോനെ ഒന്ന് മടക്കി തരുമോ, എനിക്ക് ഒരു സാവകാശം തരുമോ എനിക്ക്? എന്തിനാ? ഖാല റബ്ബി ഇർജിഊൻ ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്തു. പടച്ചോനെ ഞാൻ ഉപേക്ഷ വരുത്തിയ ധാരാളക്കണക്കിന് സൽക്കർമ്മങ്ങളുണ്ട് റബ്ബേ, അതൊന്ന് പോയി ചെയ്യാനേ എന്നാണ്. സൽക്കർമ്മങ്ങൾക്ക് ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടും ഉപയോഗപ്പെടുത്താത്തവൻ മരണവക്കിൽ കടന്ന് വല്ലാത്ത പ്രയാസപ്പെടുമെന്നാണ്. പിന്നെയുള്ള പ്രശ്നം എവിടെ നിന്നാണെന്നറിയോ? പ്രയാസം കബറിലാണ്. കബറിൽ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞയക്കുന്നതാണ്. കാണാൻ നല്ല അഴകുള്ളൊരു മനുഷ്യൻ, കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു ഇമ്പം തോന്നുന്ന ഒരു മനുഷ്യൻ. എന്താ? അതിൻ്റെ സൽക്കർമ്മങ്ങളാണെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ആ സൽക്കർമ്മങ്ങളുടെ അഭാവം നിമിത്തം കബറിലെ നന്മകൾ തടയപ്പെടുമ്പോൾ, ശിക്ഷകൾ ഏറ്റുവാങ്ങേണ്ടി വരുമ്പോൾ ആ മനുഷ്യൻ അവിടെ കടന്ന് ചിന്തിക്കുക, പടച്ചോനെ കുറച്ചും കൂടി സൽക്കർമ്മങ്ങൾ ചെയ്തു വെച്ചിരുന്നെങ്കിൽ എനിക്ക് ഒന്നുകൂടി റാഹത്താകുമായിരുന്നു എന്നാണ്. ഇതേ ഖേദം നാളെ പരലോകത്തുണ്ടാകുന്നതാണ്. സൽക്കർമ്മങ്ങളുടെ അഭാവ നിമിത്തം ഒരു സൽക്കർമ്മം കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ അവൻക്ക് സ്വർഗത്ത് കടക്കാം എന്നൊരു വക്കിൽ വന്ന് നിൽക്കുന്ന സമയത്ത് അപ്പോഴാണ് അവനക്കൊരു സുബ്ഹാനല്ലാഹിന്റെ വില അറിയുക. അപ്പോഴാണ് അവനക്ക് 2 റക്അത്ത് നിസ്കാരത്തിന്റെ വില അറിയുക. അപ്പോഴാണ് അവനക്കൊരു ദുആഇന്റെ പ്രസക്തി അറിയുക. പരലോകത്ത് ആരുടെ അടുത്തെങ്കിലും പോയി ചോദിച്ചാൽ കിട്ടോ? ഉമ്മാന്റെ അടുത്ത് ഒരുപാട് ഉണ്ട് എന്ന് കൂട്ടുക. സ്വന്തം ഉമ്മാന്റെ അടുത്ത് ഒരുപാട് സൽക്കർമ്മങ്ങളുണ്ട്. സ്വന്തം മോനിക്ക് ഉമ്മ നിങ്ങൾ ആ ചെയ്തു വെച്ച സൽക്കർമ്മങ്ങളുടെ കൂട്ടത്തുനിന്ന് ഒന്ന് എനിക്ക് തരികയാണെന്നുണ്ടെങ്കിൽ എൻ്റെ സ്വർഗ്ഗം ഉണ്ട് ശരിയായി കിട്ടിയിരുന്നു എന്ന് പറയുന്നൊരു ഘട്ടം വന്നാൽ ഉമ്മ കൊടുക്കൂല എന്നാണ്. ഉമ്മ കൊടുക്കൂല. ലാ യുസ്അലു ഹമീമുൻ ഹമീമ. ഒരാളും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കൂല എന്നാണ്. എൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് തിരിഞ്ഞു നോക്കാത്ത സാഹചര്യമാണ്. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മങ്ങളില്ല എങ്കിൽ നമ്മൾ വിലപിച്ചു പോകുന്ന, കർമ്മങ്ങളുടെ അഭാവം നിമിത്തം നമ്മൾ വിരൽ കടിച്ചു പോകുന്ന ചില സന്ദർഭങ്ങൾ വരാനുണ്ട് എന്നതാണ്. മാത്രമല്ല, കർമ്മങ്ങൾ കുറഞ്ഞു പോകുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്ന സ്വർഗത്തിലെ പദവികളാണ്. സ്വർഗത്തിലെ പദവികൾ ആ നിശ്ചയിക്കപ്പെടുന്ന എന്താണെന്നറിയോ? നമ്മുടെ കർമ്മങ്ങളാണ്. സ്വർഗത്തിലേക്കുള്ള അടിസ്ഥാന യോഗ്യത എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖും അവിടുത്തെ റഹ്മത്തും ഫضലൊക്കെ തന്നെയാണ്. നമ്മൾ എത്ര ചെയ്തു കഴിഞ്ഞാലും അള്ളാന്റെ റഹ്മത്തില്ല എങ്കിൽ ഔദാര്യമില്ല എന്നൊരു ഒരാൾക്കും സാക്ഷാൽ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും സ്വർഗത്തേക്ക് പോകാൻ പറ്റുന്നത് വേറെ കേസ്. പക്ഷെ സ്വർഗത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ സ്ഥാനം എവിടെയാണ് നിന്റെ സ്ഥാനം എന്ന് തീരുമാനിക്കുന്നിടത്ത് നിർണായകമായ പങ്ക് വഹിക്കുന്നത് ഏതാ? നമ്മുടെ സൽക്കർമ്മങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, സൽക്കർമ്മങ്ങളുടെ വിഷയത്തിൽ പലപ്പോഴും ആളുകൾ പല തട്ടില. ഒന്നെന്താണെന്നറിയോ? തീരെ ഒന്നും ശ്രദ്ധിക്കാത്ത ആളുകളുണ്ട്. രണ്ടാമത്തെ ടീം ഏതാണെന്നറിയോ? ചെയ്യുന്നുണ്ട് പക്ഷെ അശ്രദ്ധയിലാണ്. അവരെക്കുറിച്ചാണ് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. നമ്മളൊക്കെ പെട്ടുപോകുന്ന ചില സന്ദർഭങ്ങളാണ്. ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി ചെയ്യുന്നുണ്ട്, ഒരു യാന്ത്രികമായി കൊണ്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ യാന്ത്രികമാകുന്നത് കൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇത് പ്രത്യേകം സൂചിപ്പിക്കാനുള്ള കാരണം എന്താണെന്നറിയോ? സഹോദരങ്ങളെ, പരലോകത്ത് നമ്മുടെ നന്മയുടെ തുലാസിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ സ്ഥാനം പിടിക്കണമെങ്കിൽ, നല്ലോണം ശ്രദ്ധിക്കണം, സ്ഥാനം പിടിക്കണം എന്നുണ്ടെങ്കിൽ അടിസ്ഥാനപരമായി കൊണ്ടുണ്ടാകേണ്ട 2 കാര്യമുണ്ട്. ഒന്ന് ഈമാനാണ്, 2 ഇഹ്തിസാബാണ്. നമ്മൾ നോമ്പിൻ്റെയും അതേപോലെ തന്നെ രാത്രി നിസ്കാരത്തിൻ്റെയും കാര്യം പറഞ്ഞപ്പോൾ നമ്മളൊക്കെ കേട്ട ഒരു വേള നമ്മളൊക്കെ ഇഫ്ളാക്കിയ ഹദീസില്ലേ അല്ലേ? മൻസാമ റമളാന ഈമാനൻ വഹ്തിസാബ. നാവിൻ്റെ തുമ്പത്തുണ്ട്. വിശ്വാസത്തോടുകൂടെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഒരാൾ നോമ്പ് മാറ്റാന്നാണ്. അത് നോമ്പിൻ്റെയും രാത്രി നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ മാത്രമല്ല, നാം നിർവഹിക്കുന്ന ഏത് കർമ്മങ്ങളിലും ഉണ്ടാകേണ്ട 2 ഘടകങ്ങളാണ്. ഒന്ന് വിശ്വാസം, 2 പ്രതിഫലിച്ച എന്നുള്ളതാണ്. അതുണ്ടാകണം, നിരന്തരമായി കൊണ്ട് ഉണ്ടാകണം. അങ്ങനെ ഉണ്ടാവുമ്പോൾ എന്തുണ്ടാവില്ല?
അശ്രദ്ധ വരികയില്ല എന്നുള്ളതാണ് സൂചിപ്പിക്കാറുള്ളത്. സഹോദരങ്ങളെ, ഒരുപാട് കർമ്മങ്ങളുണ്ടെങ്കിലും സമയത്തിൻ്റെ പരിമിതിയിൽ നിന്നും നിരന്തരമായിക്കൊണ്ട് ഒരു അശ്രദ്ധ കാരണം നമ്മൾക്ക് മിസ്സായി പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് വേഗം സൂചിപ്പിക്കുക. ഒന്നെന്താണെന്നറിയോ? വുളൂആണ്. വുളൂവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കണ്ടമാന സുന്നത്തുകളുണ്ട്. എല്ലാം ഇവിടെ പറയാനല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ വുളൂ എടുത്തു കഴിഞ്ഞാൽ 2 റക്അത്ത് സുന്നത്തുണ്ട്. അത് ചിലപ്പോൾ എല്ലാവർക്കും കഴിഞ്ഞോളന്നുണ്ടാവില്ല. പക്ഷെ ഒരു മുതൽ മുടക്കുമില്ലാതെ നമുക്ക് നിർവഹിക്കാൻ കഴിയുന്ന വല്ലാത്തൊരു ആരാധന ഉണ്ട്. അതേതാ? വുളൂ എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ സുഹൃത്തുക്കളെ, വരുന്ന വരവിൽ ആ നടത്തത്തിൽ ഒരു പ്രത്യേക അധ്വാനം ഇല്ലാത്ത നമുക്ക് ചെയ്യാൻ പറ്റുന്ന സംഗതിയാണ് ഏത്? വുളൂവിന് ശേഷമുള്ള പ്രാർത്ഥന. എന്താ അതിനെക്കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? അതുകൊണ്ട് കിട്ടുന്നൊരു നേട്ടം എന്താണ്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻകും മിൻ അഹദിൻ യതവല്ലഅ. ഒരു മനുഷ്യൻ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ഒരാൾ നന്നായി വുളൂ എടുക്കുകയാണ്, എന്നിട്ട് ഇങ്ങനെ പറയാം, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന അല്ലേ? സിമ്പിളായ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന ചൊല്ലിയാൽ ഇല്ലാ ഫുതിഹത് ലഹു അബ്വാബുൽ ജന്നത്തി സമാനിയ യദ്ഖുലു മിൻ അയ്യിഹാ ശാഅ എന്നാണ്. ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചൊരു മനുഷ്യനിക്ക് നാളെ പരലോകത്തിൽ സഹോദരങ്ങളെ സ്വർഗത്തിലെ 8 കവാടം തുറന്നു കൊടുക്കുന്നു. സ്വർഗത്തിലെ 8 കവാടവും തുറന്നു കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ത് ചെലവാണുള്ളത്? എന്ത് ചെലവാണുള്ളത്? ഈ പ്രാർത്ഥന അറിയാത്തവരാരെ തുലം കുറവാണ്. അത് തൗഹീദ് എന്ന് പ്രഖ്യാപിക്കുകയാണ്. ആ പ്രാർത്ഥന നമ്മൾ ചൊല്ലുന്ന സമയത്ത് നമ്മളെ കാത്തിരിക്കും ഇതാണെന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ, അതാ പറഞ്ഞത്, ആ അശ്രദ്ധ കൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടെന്ന് ആലോചിക്കുക. അത് ചെയ്യാത്ത ഒരാൾക്കുള്ള നഷ്ടമല്ലേ? ഒരു മുതൽ മുടക്കുമില്ല ചെയ്യാൻ പറ്റുന്ന കാര്യം. പിന്നെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിർബന്ധ നമസ്കാരങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാണ്. എന്താ? നിർബന്ധ നിസ്കാരങ്ങൾക്കുള്ള വരവുണ്ടല്ലോ, ആ വരവിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യമുണ്ട്. ഒന്നെന്താ വെച്ച് കഴിഞ്ഞാൽ വുളൂ എടുക്കുക എന്നുള്ളതാണ്. വുളൂ എടുത്തിട്ട് വരിക. നമ്മൾ കടയിൽ നിന്നാണെങ്കിലും വീട്ടിൽ നിന്നാണെങ്കിലും പരമാവധി അവിടെ വുളൂ എടുക്കാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ പരമാവധി വുളൂ എടുത്തിട്ട് വരിക. എന്നിട്ടോ പരമാവധി നടക്കാൻ പറ്റുമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ ഖറജ മിൻ ബൈതിഹി മുതതഹിറൻ, ആരെങ്കിലും വുളൂ എടുത്ത് തന്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു, ഇലാ സ്വലാത്തി മക്തൂബ, നിർബന്ധ നമസ്കാരങ്ങൾക്ക് വേണ്ടിയിട്ട്, ഫഅജ്റുഹു കഅജ്രിൽ ഹാജിൽ മുഹ്രിം. സുബ്ഹാനല്ലാഹ്. എന്താ? ഒരു ഹജ്ജ് നിർവഹിച്ചവന്റെ കൂലിയാണെന്നാണ്. ഒരു ഹജ്ജ് നിർവഹിച്ചവന്റെ കൂലിയാണെന്ന്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എത്രയായി? ഒരു ദിവസം 5 ഹജ്ജ് ആ ഇനത്തിൽ തന്നെ നമുക്ക് കിട്ടും. 5 ഹജ്ജിന്റെ കൂലി ഓരോ ഫർള് നമസ്കാരങ്ങളിലൂടെയും നമുക്ക് നേടിയെടുക്കാൻ കഴിയുമെന്നാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ ഒരു ചെറിയ ശ്രദ്ധയാണ് വേണ്ടത്. ഒന്ന് വുളൂ എടുത്തിട്ട് വരിക എന്നുള്ളതാണ്. പരമാവധി വുളൂ എടുത്ത് നടക്കുമ്പോൾ ആ നടത്തത്തിന് വരെ പ്രത്യേക കൂലിയുണ്ട്. ഒരു വലതുകാല് വെക്കുന്ന സമയത്ത് ഒരു നന്മ നമുക്ക് രേഖപ്പെടുത്തപ്പെടും. സ്വർഗത്തിൽ നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്ന സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ദറജകൾ ഉയർത്തപ്പെടും. വെക്കുന്ന ഇടതുകാലുകൾക്കനുസരിച്ച് അവൻ്റെ ഓരോ തെറ്റുകളും അറിയാതെ വന്നു പോയ അബദ്ധങ്ങളും റഹ്മാനായ റബ്ബ് പുറത്തു തരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ ശ്രദ്ധിക്കണം. മറ്റൊന്നെന്തെന്നറിയോ? അശ്രദ്ധ കൊണ്ട് നഷ്ടപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളങ്ങനെ കയ്യെത്തും തുമ്പത്തെത്തിയ സാധനം നഷ്ടപ്പെടാറില്ലേ? എന്താ? പ്രവാചകൻ പറഞ്ഞു, ഇത് അമ്മനൽ ഇമാമു ഫഅമ്മിനു. ഇമാം ആമീൻ പറയുമ്പോൾ നിങ്ങൾ എന്ത് വേണം? നിങ്ങൾ ആമീൻ പറയണം. ഫഇന്നഹു മൻ വാഫഖ തഅമീനുഹു തഅമീനൽ മലായികതി ഗഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. എന്താ? നമ്മൾ ഇമാം ആമീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളും കൂടെ ആമീൻ പറയാന്നുള്ളതാണ്. മലക്കുകളും അവൻ്റെ കൂടെ ആമീൻ പറയുന്നുണ്ട്. മലക്കുകളുടെ ആമീനും നമ്മുടെ ആമീനും പാടെ യോജിച്ചു വന്നാൽ അവൻ്റെ മുൻകാല പാപങ്ങൾ റഹ്മാനായ റബ്ബ് പുറത്തു തരുമെന്ന് പറയുമ്പോൾ എത്ര ശ്രദ്ധ വേണ്ടുള്ളൂ. പക്ഷെ പല ആളുകളും എന്താ സുഹൃത്തുക്കളെ ഇങ്ങനെ നിൽക്കുകയാണ്. മദീനത്തെ പള്ളി ആമീൻ കൊണ്ട് പ്രകമ്പനം കൊണ്ടിരുന്നെന്ന് മഹാന്മാരായ സ്വഹാബത്തിന്റെ റിപ്പോർട്ട് നമുക്ക് കാണാൻ കഴിയും. ഇതറിഞ്ഞതിന് ശേഷം മദീനത്തെ പള്ളിയിൽ ആമീൻ കൊണ്ട് ആ പള്ളി ഇങ്ങനെ പ്രകമ്പനം കൊണ്ടിരുന്നു എന്നാണ്. അതുകൊണ്ട് ഏറ്റെടുക്കാൻ കഴിയണം. പിന്നെ സുഹൃത്തുക്കളെ, ഫർള് നമസ്കാരങ്ങളുമായി ബന്ധപ്പെട്ടതിന് ഇഷ്ടം പോലെ ഒരു 4, 5, 10 മിനിറ്റ് ശരിക്കും നമ്മളൊന്ന് മനസ്സാന്നിധ്യത്തോടുകൂടെ ചെലവിട്ടാൽ ആ പദത്തെ ഇങ്ങനെ അടിവരടണം. ഏത് പദത്തെ? മനസ്സാന്നിധ്യത്തോടുകൂടെ അതിനൊന്ന് ചെലവഴിക്കാനുള്ളൊരു പ്ലാനിങ്ങുമായി കൊണ്ട് വന്നാൽ ഓരോ വഖത്ത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുമ്പോഴും ഇൻഷാ അല്ലാഹ് അള്ളാന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നന്മയുടെ തുലാസിലേക്ക് ഖനം തൂങ്ങുന്ന അമലുകൾ എടുത്തുകൊണ്ട് പോകാൻ മാത്രമുള്ള സൗകര്യവും സന്ദർഭവും സാഹചര്യവും അൽഹംദുലില്ലാഹ് റബ്ബ് നമുക്ക് നൽകിയിട്ടുണ്ട്. ഭംഗിയായി ഉപയോഗപ്പെടുത്താനുള്ള തൗഫീഖും ഓർമ്മയും റബ്ബ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങൾ, എന്താ വിഷയം എന്നറിയോ? നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഇരുന്ന് സുബ്ഹാനല്ലാഹ് ചൊല്ലും. നമ്മുടെ സുബ്ഹാനല്ലാഹിന്റെ കോലെന്താ? നമ്മളതെങ്ങനെ ചൊല്ലണേ അല്ലേ? ഓരോരുത്തർ ഇങ്ങനെ ഒരു കടമ നിർവഹിക്കാണ്ട് ഇങ്ങനെ ചൊല്ലുകയാണ്. വെറുതെ കണ്ടിട്ട് ഓടിക്കും, വിരലിങ്ങണ്ടാക്കുക. അത് ശീലായി. ഇതിങ്ങനെ ഒരു സുബ്ഹാനല്ലാഹ് എന്ന് പോലും പറയാനുള്ള പിന്നെ ഒരു ഗ്യാപ്പ് കൊടുക്കാത്ത ഇങ്ങനെ പോവുകയാണ്. മൂടും തൊട്ടിട്ട് പോവുകയാണ്. സലാം വീട്ടിനും കാണാം, ഇങ്ങോട്ട് പോകണം കാണാം. സുഹൃത്തുക്കളെ, ആരെയും ആക്ഷേപിക്കല്ല കേട്ടോ, തിരുത്താൻ വേണ്ടിയിട്ട് പറയും. നമ്മളെ പിശാച് കൊണ്ടുപോകാണ് സുഹൃത്തുക്കളെ.
പിശാചിന്റെ ട്രാപ്പ് എങ്ങനെ അറിയോ? ഒരു നന്മയും ചെയ്യാതിരിക്കാനാണ് അവൻ പരമാവധി ആദ്യം എടുക്കുക. പക്ഷെ നമ്മളൊക്കെ അൽഹംദുലില്ലാഹ് പള്ളിക്ക് വന്ന മനുഷ്യന്മാരാ. അപ്പൊ ഇനി എന്താ അടുത്ത സ്റ്റെപ്പ് നമ്മുടെ വിഷയത്തിൽ പിശാച് എടുക്കുക അറിയോ? വന്നിട്ടും വരാത്തവനെ പോലെ ആക്കി വിടുക എന്നുള്ളതാണ്. വന്നിട്ടും വരാത്തവനെ പോലെ ആക്കി എടുക്കുക എന്നുള്ളതാണ്. ഈ പിശാചിന്റെ ചട്ടകത്തെയും പിശാചിന്റെ ആ പ്ലാനിങ്ങിനെ കുറിച്ചും വിശ്വാസികളെ നമ്മൾ ജാഗരൂകരാകണം. ആ 4-5 മിനിറ്റ് എൻ്റെ ഖബറിലേക്കുള്ള സമ്പാദ്യത്തിനുള്ള അവസരമാണ്. എന്തിനെല്ലാം നമ്മൾ സമയം ചെലവഴിച്ചു. അതുപോലെ ഓരോ വക്തിലും ഞാൻ എൻ്റെ ഖബറിലേക്കുള്ള ആ സൽക്കർമ്മങ്ങൾ നേടിയെടുക്കലാണ്, അതിനുള്ള സമയമാണ് ഇത് എന്ന ബോധത്തോടു കൂടെ തന്നെ നിൽക്കുക എന്നുള്ളതാണ്. വേറൊരു ഏർപ്പാടും വേണ്ട. ആ ഒരു 10 മിനിറ്റ് 5 മിനിറ്റ് സുഹൃത്തുക്കളെ നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കുക. അത് എവിടെയും കൊണ്ടുപോയി തൊലക്കരുത്. നമ്മൾ ഒന്ന് അടക്കത്തോടുകൂടെ, ഒതുക്കത്തോടുകൂടെ, മനസ്സാന്നിധ്യത്തോടുകൂടെ നമ്മൾ ഇരുന്നിട്ട് ചൊല്ലുക സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. അതിക്ക് നോക്കുക, വേറെ എവിടേക്ക് നോക്കണ്ട. ആ മൊബൈലൊക്കെ മാറ്റിക്കുക, അത് നമ്മൾ ഫ്ലൈറ്റ് മോഡിൽ ഇടുക. ആ 3-4 മിനിറ്റ് നമുക്കുള്ളതാണ്. ഇതിലേക്ക് നോക്കി നമ്മൾ ചൊല്ലുക. അപ്പൊ സാധനം കിട്ടും അല്ലേ? 33 തവണ നമ്മളത് ചൊല്ലി ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ആ ഒരു പ്രാർത്ഥനയോടുകൂടെ 100 തകക്കുമ്പോൾ ഗഫിർ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ ജീവിതത്തിൽ അന്നോളം സംഭവിച്ച ചെറുപാപങ്ങൾക്കുള്ള പരിഹാരമായി അൽഹംദുലില്ലാഹ്. ഒന്ന്. രണ്ടാമത്തെ എന്താണെന്നറിയോ സഹോദരങ്ങളെ? രണ്ടാമത് പറയാണ് അവനക്കൊരു ഹജ്ജിന്റെ കൂലി ഉണ്ട് എന്ന്. മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരികിലേക്ക് സാധുക്കളായ ചില ആളുകൾ വന്നു. പ്രവാചകരെ, എന്താ ദഹബ അഹ്ലു ദുസൂരി മിനൽ അംവാലി ബിദ്ദറജാത്തിൽ ഉലാ വനഈമിൽ മുഖീം, എന്താ ഞങ്ങളുടെ കൂട്ടത്തിലെ പണക്കാരെ എല്ലാ പ്രതിഫലം കൊണ്ടുപോയി എന്നാണ്. അപ്പൊ എന്താ നിങ്ങളുടെ പ്രശ്നം? നിങ്ങൾ പറഞ്ഞപ്പോഴേ ഞങ്ങൾ നിസ്കരിക്കണ്ട്, ഓര് നിസ്കരിക്കണ്ട്, ഞങ്ങൾ നോമ്പോക്കുണ്ട്, അവർ നോമ്പോക്കുണ്ട്. പക്ഷെ അവർക്ക് സമ്പത്ത് ഉണ്ടായതുകൊണ്ട് ഒരു ഹജ്ജിന് പോകുന്നുണ്ട്, അവരിടക്കിടക്ക് ഉംറക്ക് പോകുന്നുണ്ട്, ഞങ്ങൾക്ക് അതിന് പോകാൻ പറ്റണില്ല. അപ്പൊ പ്രതിഫലത്തിന്റെ വിഷയത്തിൽ അവരെക്കാളും താഴെയാവില്ല ഞങ്ങൾ എന്നാണ്. അത് അവർ ചിന്തിച്ചത്. അപ്പൊ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിദ്യ പറഞ്ഞു കൊടുക്കുകയാണ്. എങ്കിൽ അലാ ഉഹദ്ദിസുകും, ഞങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരട്ടെ. നിങ്ങൾ ആ കാര്യം ചെയ്യുകയാണ് എങ്കിൽ ഇൻ അഖത്തും അദ്റക്തും മൻ സബഖക്കും, പ്രതിഫലത്തിന്റെ വിഷയത്തിൽ ഹജ്ജ് ഉംറയൊക്കെ ചെയ്തിട്ട് നിങ്ങളെക്കാൾ മുൻകടന്നു എന്ന് പറഞ്ഞ നിങ്ങൾ മനുഷ്യന്മാരല്ലേ, അവരുടെ കൂടെ എത്താൻ നിങ്ങൾക്ക് കഴിയും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആ ഹജ്ജ് കൊണ്ട് അവർക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണോ, ഉംറ കൊണ്ട് അവർക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണോ, അതേ പ്രതിഫലത്തിലേക്ക് നിങ്ങൾക്കും സാധുക്കളായ നിങ്ങൾക്കും എത്താൻ കഴിയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിരട്ടെ എന്ന്. അപ്പൊ നമ്മൾ വിചാരിക്കും എന്തോ വലിയ സംഭവം പറയണമെന്ന്. ഒന്നുമില്ല. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന്റെ ചുരുക്കം, ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷം 33 തവണ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ എന്ന് പറയാന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ 2 മിനിറ്റിന്റെ വലിപ്പത്ര അറിയുകളെ ഒരു ഹജ്ജിന്റെ ഉംറന്റെ കൂലിയാണ്. ചില്ലറ. അപ്പോൾ എത്രയായി? ഒരു നിസ്കാരവുമായി ബന്ധപ്പെട്ട 2 ഹജ്ജായി. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതാണ്. 5 വക്തിന് പള്ളിക്ക് വരാൻ ബാങ്കിൽ ലഭിച്ച എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അശ്രദ്ധ കൊണ്ട് നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല. അതുകൊണ്ട് അത് പറയണത്. അതുകൊണ്ട് ഈ കാര്യം ഏറ്റെടുക്കുക. പിന്നെന്താ അറിയോ? സൂറത്തുൽ ഇഖ്ലാസ് അല്ലേ? എല്ലാ വക്തിന് ശേഷം ഒരു തവണ ഓതണ്ടേ അല്ലേ? ഖുൽ ഓതണം, ഫലക്ക് ഓതണം, നാസ് ഓതണം. എത്ര സമയം വേണ്ടത്? എന്താ അല്ലാഹു റസൂൽ സൂറത്തുൽ ഇഖ്ലാസിനെ കുറിച്ച് പറഞ്ഞത്? റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഅദിലു സുലുസൽ ഖുർആൻ, ഖുർആനിന്റെ 1/3 തുല്യാന്ന് പറഞ്ഞു. പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചപ്പോൾ പറഞ്ഞു 1/3 കൂലി ഓതിയാൽ അയഅ്ജിസു അഹദുകും യഖറഅ ഫീ ലൈലത്തിൻ സുലുസൽ ഖുർആൻ. അല്ലാഹു റസൂൽ പറഞ്ഞു, നിങ്ങൾക്ക് ഒറ്റ രാത്രി കൊണ്ട് ഖുർആന്റെ 1/3 ഓതാൻ പറ്റുമോ ചോദിച്ചു. അതിപ്പോ എങ്ങനെ ഖുർആന്റെ 1/3 ഒറ്റ നേരം കൊണ്ട് ചൊല്ലി അറിഞ്ഞാൽ? അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സൂറത്തുൽ ഇഖ്ലാസ് ഒരു തവണ പാരായണം ചെയ്താൽ ഖുർആനിന്റെ 1/3 പാരായണം ചെയ്ത കൂലിയാണ് എന്ന് പറഞ്ഞാൽ എത്ര? 3 ലക്ഷം അക്ഷരങ്ങളുണ്ട് ഖുർആനിൽ. അപ്പോൾ ഒരക്ഷരത്തിന് 10 വെക്കുമ്പോൾ 3 × 10 30 ലക്ഷം കൂലിയാണ് ഒരു തവണ മുഴുവൻ ഖത്തം തീർത്ത് നമുക്ക് കിട്ടുക നോർമൽ ലെവലിൽ. അപ്പോൾ അതിന് 3 എന്ന് പറഞ്ഞാൽ എത്ര? 10 ലക്ഷം കൂലി. അപ്പോൾ സൂറത്തുൽ ഇഖ്ലാസ് ഒരു തവണ ചൊല്ലുമ്പോൾ നമുക്ക് 10 ലക്ഷം കൂലിയാണ് കിട്ടണേ. അപ്പോൾ 5 വക്തിന് ചൊല്ലുമ്പോൾ അതുവഴി മാത്രം 50 ലക്ഷമായി അല്ലേ? ഈ രാവിലെ വൈകുന്നേരം നമ്മൾ 3 തവണ ചൊല്ലുമ്പോഴോ അതിലേക്കൊരു 4 ഇഖ്ലാസും കൂടെ കൂടുതൽ വന്നു. അപ്പോൾ എത്ര? 40 ആയി. അപ്പോൾ 50 40 90 ആയി. 90 ലക്ഷം കൂലി ഒറ്റ ദിവസം. ആലോചിച്ചു നിങ്ങൾ സഹോദരങ്ങൾ, ഇതൊക്കെ നഷ്ടപ്പെടുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, എണീറ്റു പാഞ്ഞു. ഓൻക്ക് നഷ്ടാണ്, നഷ്ട കച്ചവടത്തിലുള്ളത്. ഈ ജാതി കർമ്മങ്ങൾ ചെയ്യാനുള്ള അവസരം ഇങ്ങനെ എടുത്തെത്തിയപ്പോ പിശാച് നമ്മളെ ചെയ്യിക്കാതിരിക്കാനിട്ട ട്രാപ്പ് നമ്മൾ അറിയാതെ പോകുന്നു. ആയുസ് എത്ര പിന്നിട്ടു സഹോദര! ഓരോ സമയവും ഓരോ സെക്കൻഡും നാം അടുക്കുന്നത് ഖബറിലേക്കാണ്. ഖബറിൽ നമുക്കാകട്ടെ കൂട്ടുള്ളത് ഈ സൽക്രമങ്ങളാണ്. എത്ര ആദരിക്കണം ഈ അവസരങ്ങളെ നാം, എത്ര ബഹുമാനിക്കണം ഈ അവസരങ്ങളെ നാം. റബ്ബ് തരാഞ്ഞിട്ടാണ് അവസരങ്ങൾ. ഒരു മുതൽ മുടക്കുമില്ലാതെ, വലിയ അധ്വാനങ്ങളില്ലാതെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഈ കാര്യങ്ങളെ ശ്രദ്ധിക്കാതെ പോയാൽ നഷ്ടം നമുക്ക് മാത്രമാണ്.
നമുക്ക് മാത്രമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ ശ്രദ്ധിക്കുക, അല്ലേ? പിന്നെ ഫലഖുൻ നാസ് ഒരു തവണ ഓതിയാൽ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, പിന്നെ സൂറത്തുൽ ഫലക്കിനെ നാസിനെ കുറിച്ച് പറഞ്ഞു, അതിനേക്കാൾ വലിയൊരു രക്ഷ ചോദ്യം ഇനി വേറെ ഇല്ല എന്നാണ്. അത് മുഖേന ഒരു മടിമ ചോദിക്കുന്നതിനേക്കാൾ വലിയ ഒരു അഭയതേട്ടം ഒരാൾക്കും ദുനിയാവിൽ വേറെ ചോദിക്കാനില്ല എന്നാണ്. അപ്പൊ രാവിലെ തന്നെ അതിനെ ചൊല്ലുമ്പോൾ എൻ്റെ മനസ്സിൽ എന്താ ഉള്ളത്? അവന് ഹാപ്പിയാണ് സുഹൃത്തുക്കളെ, അവന് ഹാപ്പിയാണ്, ഇനിയൊന്നും ബേജാറാകാനില്ല എന്നാണ്. ഒക്കെ റബ്ബിനെ ഏൽപ്പിച്ചു. അവൻക്കൊരു ദിവസത്തിൽ വന്നേക്കാവുന്ന എല്ലാ ഷെറിൽ നിന്നുമുള്ള കാവൽ അവൻ ചോദിച്ചു രാവിലെ തന്നെ. കൂളായി നടക്കുകയാണ്. ഒരു ദിവസം മൊത്തം ഹാപ്പി ആക്കാൻ മാത്രം ഉള്ള കാര്യങ്ങളാണ് അത് എന്ന് വളരെ ഗൗരവത്തിൽ നാം മനസ്സിലാക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. മറ്റൊന്ന് ആയത്തുൽ കുർസിയാണ്. ആയത്തുൽ കുർസിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ? ആരെങ്കിലും മൻ ഖറഅ ആയത്തുൽ കുർസി ദുബറ കുല്ലി സ്വലാത്തി മക്തൂബ, ആരെങ്കിലും എല്ലാ ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷം ഒരു തവണ ആയത്തുൽ കുർസി ചൊല്ലിയാൽ ലം യംനഉഹു മിൻ ദുഖൂലിൽ ജന്നതി ഇല്ലാ അയ്യമൂത്ത്, അവൻക്ക് സ്വർഗ്ഗത്തിൽ കടക്കാനുള്ള ആകെ തടസ്സം എന്താണെന്നറിയോ? അവനൊന്ന് മരിച്ചിട്ടുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ എന്താ? അതോടെ മരിച്ചു കഴിഞ്ഞാൽ അവനക്ക് സ്വർഗ്ഗം ഉറപ്പാണ്. സുബ്ഹാനല്ലാഹ്. കാരണം എന്താ അറിയുള്ളൂ? ആയത്തിൽ കുറിച്ച് ഒറ്റ ആയത്താണെങ്കിൽ അള്ളാഹിനെ കുറിച്ച് 10 കാര്യങ്ങൾ പറയണം. 10 കാര്യം, കനപ്പെട്ട 10 കാര്യം. വെറുതെ ചൊല്ലിയാൽ പോരാ, മനസ്സ് തട്ടി ചൊല്ലണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ സഹോദരങ്ങളെ, വെള്ളിയാഴ്ച മാത്രം ലഭിക്കുന്ന അപാരമായൊരു കൂലിയുണ്ട്. ഇന്ന് മാത്രം കിട്ടുന്ന, ആഴ്ച ഒരിക്കൽ മാത്രം പടച്ചം കൊടുക്കുന്നൊരു കൂലിയുണ്ട്. എന്താ അറിയോ? അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ ഗസല വഖതസല, ആരെങ്കിലും നന്നായി വൃത്തിയായി കുളിച്ച് വൃത്തിയായി, അല്ലേ, കുളിച്ച് വൃത്തിയായി യൗമൽ ജുമുഅ സുമ്മ ബക്കറ വബതകറ, ഇതെന്ത് വേണം? നേരത്തെ കുളിച്ച് വൃത്തിയായി നേരത്തെ വരണം. ഫദന, അവൻ ഇമാമിലേക്ക് പരമാവധി അടുത്തിരിക്കണം. വസ്തമഅ, എന്നിട്ട് അവിടെ പറയുന്ന കാര്യങ്ങൾ കേൾക്കലല്ല, ശ്രദ്ധിച്ച് കേൾക്കണം. വലം യൽഗ, അവന്റെ ശ്രദ്ധ പോകുന്ന മറ്റൊരു പരിപാടിയും ചെയ്തിട്ടില്ല എങ്കിൽ എന്തൊക്കെയാ പറഞ്ഞേ? കുളിക്കണം, അല്ലേ, നന്നായി ശുദ്ധിയാക്കി ഒളവൊക്കെ എടുത്ത് പരമാവധി നേരത്തെ എത്തി. ഏറ്റവും ചുരുങ്ങിയത് അവസാന സമയം എപ്പോഴാ? ഇമാം മിമ്പർമ കയറുന്നതിൻ്റെ തൊട്ട് മുമ്പ്. ഇത് കയറുന്നതോടുകൂടെ മലക്കൾ രേഖ പൊട്ടുന്നതാണ്, മലക്കൾ രേഖ ക്ലോസ് ചെയ്യുന്നതാണ്. ഏറ്റവും അവസാനത്തെ ടൈം ഇമാം മിമ്പർമ കയറുന്നതിന് മുമ്പ് നമ്മൾ എത്തുന്നതാണ്. അങ്ങനെ എത്തി പരമാവധി നേരത്തെ അടുത്തിരുന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് വേണ്ടിയിട്ടാണെന്ന് ശ്രദ്ധിച്ച് കേട്ട് എന്നിട്ട് ഇമാമിന്റെ കൂടെ നിസ്കരിച്ചാൽ അവൻക്ക് കിട്ടുന്ന മഹത്വത്തെ കുറിച്ച് കേട്ടോളീം. അല്ലാഹുവിന്റെ റസൂൽ ബർകാന ലഹു ബികുല്ലി ഖുത്വത്തിൻ യഖ്തുഹാ അമലു സനത്തിൻ അജ്റു ഖിയാമിഹാ വസിയാമിഹാ. സുബ്ഹാനല്ലാഹ്. അവൻ നടന്നു വരുമ്പോണ്ടല്ലോ, അവന് വെച്ച ഓരോ കാലടികൾക്കും 1 വർഷത്തെ നിർബന്ധ നിസ്കാരങ്ങളുടെയും നോമ്പിന്റെയും കൂലിയുണ്ട് എന്ന്. 1 വർഷത്തെ നോമ്പിന്റെയും നിസ്കാരത്തിന്റെയും കൂലി ഒറ്റ കാല് വെപ്പുകൊണ്ട് കിട്ടുന്നു. സുബ്ഹാനല്ലാഹ്. നടന്നു വരുമ്പോൾ ഒരു മെച്ചാ സുഹൃത്തുക്കളെ. ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ വീട്ടിൽ നിന്ന് ഒന്നുകൊടുത്ത് വാഹനത്തിൽ കയറുമ്പോൾ നടക്കുന്നത് നടത്തുന്നുണ്ടാവും. ഏറ്റവും ചുരുങ്ങിയതാ പറഞ്ഞു. വാഹനത്തിൽ വന്ന ആളുകൾ ബേജാറുണ്ട്. എന്താ, ഈ വാഹനം പാർക്കിങ്ങിൽ ഇട്ടിട്ട് പിന്നെ നമ്മൾ നടക്കൂലേ, അല്ലേ? ഒരു 10 അടി നടന്ന എത്ര കൊല്ലായി? 10 കൊല്ലത്തെ. ഇപ്പൊ പെടുന്നങ്ങിട്ട് അങ്ങോട്ട് അടക്കണമെങ്കിൽ 10 അടി വെച്ചിട്ടുണ്ടാവും. നമ്മൾ ഒരു 10-15 അടി വെക്കണ്ടേ, അല്ലേ? അപ്പൊ എത്രയായി? ഒരു 15 കൊല്ലത്തെ നോമ്പിന്റെയും നിസ്കാരത്തിന്റെയും കൂലി ഈ ഒറ്റ ഏർപ്പാട് കൊണ്ട് കിട്ടുന്നു. ഇതിനെക്കുറിച്ച് പണ്ഡിതന്മാർ അത്ഭുതത്തോടുകൂടെ പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. സ്വഹീഹായ ഹദീസുകളിൽ ഇതിനോളം വലിയൊരു മഹത്വം ഞങ്ങളാരും കേട്ടിട്ടില്ല എന്നാണ്. അത്രയേറെ മഹത്വമുള്ള കാര്യമാണ് സുഹൃത്തുക്കളെ. അതുകൊണ്ടാണ് മുൻഗാമികൾ വെള്ളിയാഴ്ച വരാൻ വേണ്ടി കൊതിച്ചിരുന്നു, വെള്ളിയാഴ്ച ആകാൻ വേണ്ടി അവർ പ്രാർത്ഥിച്ചിരുന്നു എന്നൊക്കെ കാണാൻ എന്തുകൊണ്ടെന്നറിയോ? ഈ ഒരു വലിയ നന്മയുടെ കൂമ്പാരം ജീവിതത്തിലേക്ക് എടുത്തു വെക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് സഹോദരങ്ങളെ, പിന്നെ ഈ കടമിടപാട് നടത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അല്ലേ? സാധാരണ നമ്മൾ കടക്ക് കൊടുക്കും. ഒരു 10 രൂപ കടം കൊടുത്താൽ മെച്ചം തരങ്ങൾ. പ്രവാചകൻ പറയാണ്, മൻ അൻദറ മുഅസിറൻ, ആരെങ്കിലും പ്രയാസപ്പെടുന്ന ഒരാൾക്ക് ഒരു സാവകാശം നൽകി, ഫലഹു ബികുല്ലി യൗമിൻ മിസ്ലു സദഖ. ഇപ്പം ഞാനൊരാൾക്ക് ഒരു 1000 രൂപ പിന്നെ കടം കൊടുത്തു. എൻ്റെ ആശയം ഞാൻ പറഞ്ഞുതരാം. എന്താ അറിയോ? ഞാൻ ഒരാൾക്ക് ഒരു 1000 രൂപ കടം കൊടുത്തു. എത്ര ദിവസത്തിനാ? 30 ദിവസത്തിന്. 30 ദിവസത്തിന് ഞാൻ കടം കൊടുക്കുക. എൻ്റെ അടുത്തുള്ള ഒരു 1000 രൂപ എന്തായി ഞാൻ കൊടുത്തു. എൻ്റെ അക്കൗണ്ടിലെ സാധനം ഇപ്പോൾ എൻ്റെ അക്കൗണ്ടിലേക്ക് എത്തി, എൻ്റെ കാര്യങ്ങൾ നടക്കും. അപ്പോൾ അവർക്ക് കിട്ടുന്ന മെച്ചം എന്താ അറിയോ? അവൻ കടം തിരിച്ചു വരുന്നത് വരെ ആ 30 ദിവസം ഓരോ ദിവസവും എത്ര രൂപയാണ് ഞാൻ കടം കൊടുത്തത്, അത്ര രൂപ അള്ളാന്റെ മാർഗത്തിൽ സ്വതം കൊടുത്തവനായിക്കൂടെ രേഖപ്പെടുത്തുന്നു. ഇന്ന് ഞാൻ പറഞ്ഞു 30ാമത്തെ ദിവസമായി അദ്ദേഹം തിരിച്ചു വന്നുകൊണ്ട് പറഞ്ഞാൽ എനിക്ക് കുറച്ച് പ്രശ്നമുണ്ട്, ഇപ്പം നിങ്ങൾ തന്ന 1000 തരാൻ വകുപ്പില്ല. ശരി, അപ്പം എന്താക്കാണ്? അതുകൊണ്ട് ഒഴിവാക്കി കൊടുത്തു. ഒഴിവാക്കല്ല, ഒരു ചെറിയൊരു അവധി കൂടി നീട്ടി കൊടുത്തു. എത്ര? 1 മാസം കൂടി കഴിഞ്ഞ് തന്നാൽ മതി പറഞ്ഞു. പിന്നെ എത്ര കയറിയാലും എൻ്റെ അക്കൗണ്ടിലേക്ക് അതിൻ്റെ ഇരട്ടിയാണ്. 31ാമത്തെ ദിവസം മുതൽ അവൻ്റെ അക്കൗണ്ടിലേക്ക് കയറുന്നത് എത്രയാണോ കൊടുത്തത് അതിൻ്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ 2000 രൂപയായി. എന്നിട്ട് ഒരു 30 ദിവസം കഴിഞ്ഞാൽ തിരിച്ചു തരുന്നത്. ഇപ്പം എന്തായി? നമ്മളെത്ര ആദ്യം ഉണ്ടായിരുന്ന 1000 നമുക്ക് തന്നെ എത്തിയോ?
ഇവിടെ ഉണ്ടായിരുന്ന 1000 ഒരു രണ്ട് മാസം അപ്പുറം കടന്ന് നമുക്ക് കിട്ടിയത് എത്ര? ആദ്യത്തെ മാസം 30,000 റുപ്യ സ്വത്ത് കൊടുത്ത കൂലി, രണ്ടാമത്തെ മാസം 60,000 റുപ്യ സ്വത്ത് കൊടുത്ത കൂലി, 2 മാസം കൂടെ കൂട്ടുമ്പോൾ 90,000 റുപ്യ സ്വത്ത് കൊടുത്ത കൂലി. ഒരു 1000 കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞാൽ അതാണ്. നമ്മൾ 10 പൈസക്ക് കുറവില്ല, പക്ഷെ പുണ്യങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ അത്രയും ഇവിടുത്തെ എത്തി എന്നുള്ളതാണ്. ഇതൊക്കെ പടച്ചു നമുക്ക് തന്നിട്ട് സുഹൃത്തുക്കളെ ആ നിലക്ക് ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെ കിട്ടിയിട്ട് നാളെ പരലോകത്ത് എത്തിയിട്ട് നരകം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളെക്കാൾ വലിയ പോയത്തക്കാർ വേറെ ആരുണ്ടാകുക? അതില്ലാതിരിക്കാൻ ഒരു ശ്രദ്ധ ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീൻ വസ്തഗ്ഫിറു മിൻ കുല്ലി ദം ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് വീണ്ടും ഓർപ്പെടുത്തണം. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം മുഴുവനും ഒരു ശ്രദ്ധയുണ്ട് എങ്കിൽ പരിപൂർണമായിക്കൊണ്ട് ഇബാദത്താക്കി മാറ്റാൻ പറ്റുന്നതാണ് ഇസ്ലാം പഠിപ്പിക്കണം. ഇബാദത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിസ്കാരം നോമ്പ് മാത്രം നമ്മുടെ മനസ്സിൽ വരിക. അത് മാത്രമല്ല, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇബാദത്താക്കി മാറ്റാൻ പറ്റും. മഹാൻ ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി പറഞ്ഞു, ഇബാദത്ത് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഇസ്മുൻ ജാമിഉൻ ലികുല്ലി മാ യുഹിബ്ബുഹു അല്ലാഹു വയർളാ മിനൽ അഖ്വാലി വൽ അഅമാലി അൽ-ളാഹിറ വൽ ബാത്തിന എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ചെയ്യുന്ന പ്രത്യക്ഷവും പരോക്ഷമായ ഏത് വാക്കുകളാകട്ടെ പ്രവർത്തനങ്ങളാകട്ടെ അള്ളാഹ്ക്ക് ഇഷ്ടമുണ്ടോ, അള്ളാഹ്ക്ക് പൊരുത്തണ്ടോ എങ്കിൽ അതെന്താ? അത് ഇബാദത്താണ്. അവൻ ചെയ്യുന്ന എന്ത് കാര്യമാകട്ടെ അള്ളാഹ്ക്ക് പൊരുത്തണ്ടെന്ന് മാത്രം നോക്കിയാൽ മതി എങ്കിൽ അത് ഇബാദത്താണ്. അങ്ങനെ വരുമ്പോൾ സഹോദരങ്ങളെ, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾക്ക് പോലും നമുക്ക് കൂലിയുണ്ട്. പക്ഷെ എന്ത് വേണം? നേരത്തെ പറഞ്ഞതുപോലെ പ്രതിഫലം നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. കുടുംബത്തിന് ചെലവിന് കൊടുക്കും അല്ലേ? പല ആളുകളുടെ പരാതി എന്താ? നയിക്കുണ്ട് ഒന്നും കാണില്ല എന്നുള്ളതാണ്. നയിക്കുണ്ട് ഒന്നും കാണില്ല, അവസാനം നോക്കിയപ്പോൾ ഒന്നും ഗൂഗിൾ പേയിൽ ഇല്ല. എന്തേ? അതൊക്കെ രണ്ടാമത്തെ ആഴ്ച കഴിഞ്ഞിരിക്കണേ. നമുക്ക് എന്താ പറയാനുള്ളത്? നമ്മൾ പേരേക്ക് കൊടുത്തതിനെ കുറിച്ചാണ് പറയാനുള്ളത്, കുടുംബത്തിന് ചെലവാക്കിനെ കുറിച്ചാണ് പറയാനുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, സഹോദരങ്ങളെ, വഇന്നക ലം തുൻഫിക നഫഖതൻ തബ്തഗി ബിഹാ വജ്ഹല്ലാഹ്, അല്ലാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് ഈ കുടുംബത്തിന് ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ ഇല്ല ഉജ്റത് ബിഹാ ഹത്താ മാ തജ്അലു ഫീ ഇംറതിക, നീ നിന്റെ ഭാര്യന്റെ വായിലേക്ക് വെച്ചു കൊടുക്കുന്ന ഒരു ഉരുളക്ക് പോലും സഹോദര നിനക്ക് നാളെ റബ്ബിന്റെ അരികിൽ കൂലിയുണ്ടെന്നാണ്. കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുന്ന ചെലവാക്കൽ ഏറ്റവും അഫ്ളലായ ദീനാറാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ സഹോദരങ്ങൾ, അതൊന്നും നഷ്ടമാകൂല. 20,000 റുപ്യ സാലറി ഉണ്ട്, അത് വന്നു, അത് പോയി. എവിടെ? കുടുംബത്തിന് ചെലവാക്കി, അത് കഴിഞ്ഞു. എങ്കിൽ ആ 20,000 റുപ്യോ അത് പോയതല്ല, അത് കിട്ടിയിട്ടുണ്ട് മനസ്സിലാക്കുക. പക്ഷെ എന്ത് വേണം? തബ്തഗി ബിഹാ വജ്ഹല്ലാഹ്, അള്ളാന്റെ വജഹ നമ്മൾ ഉദ്ദേശിക്കാണ്ട് ചെയ്യണം എന്നുള്ളതാണ് പറയാനുള്ളത്. അതുകൊണ്ട് എന്ത് കാര്യങ്ങൾ, അതുകൊണ്ട് പണ്ഡിതന്മാർ ഇങ്ങനെ പറയാറുണ്ട്, ആദാത്തു അഹ്ലിൽ യഖ്ലത്തി ഇബാദാത്തുൻ, ഒരു ശ്രദ്ധയുള്ള മനുഷ്യൻ ചെയ്യുന്ന നിസാരമായ ദിനചര്യകൾ പോലും അവനെ സംബന്ധിച്ചിടത്തോളം ഇബാദത്താക്കി മാറ്റുന്നതാണ്. അവൻ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ ചിന്ത എന്താ? ഭക്ഷണം കഴിച്ചാലാണ് ആരോഗ്യം നിലനിർത്താൻ പറ്റുള്ളൂ, ആരോഗ്യം നിലനിർത്തിയാലേ നേരം പോലെ ഇബാദത്ത് ചെയ്യാൻ പറ്റുള്ളൂ. അവൻ റെസ്റ്റ് എടുക്കുന്നു, എന്തിനാ അന്ന് രാത്രി റെസ്റ്റ് എടുക്കണം? ഇനിയും പിന്നെ കടക്കാൻ വൈകിയാലേ നാളത്തെ സുബൈ കൊളാവും. യെസ്, എങ്കിൽ ആ സുബൈ ലക്ഷ്യം വെച്ചിട്ടാണ് അവൻ എന്താക്കുന്നത്? ഉറങ്ങണതെങ്കിൽ ആ ഉറക്കം പോലും എനിക്ക് കൂലിയാണ് എന്നാണ് അല്ലേ? ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാം, കുളിക്കുന്നു, നനക്കുന്നു, വ്യായാമം ചെയ്യുന്നു, ഭാര്യ ഭർത്തൃ ബന്ധം വരെ കൂലിയിട്ടുന്ന കാര്യമാണ്. അതിൽ സ്വതക്കൻ്റെ കൂലുണ്ടോ? ചുണ്ട് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് സഹോദരൻ, അതൊക്കെ ആ നിലക്കാക്കിയെടുക്കാൻ എന്തേ വേണ്ടൂ? ഒരു നിയ്യത്താ വേണ്ടത്. അതിനെന്ത് വേണം? അശ്രദ്ധ ഇല്ലാതിരിക്കണം. അതാ ഞാൻ പറഞ്ഞത്, അശ്രദ്ധ കൊണ്ട് നഷ്ടപ്പെടുന്ന കർമ്മങ്ങൾ ചില്ലറയല്ല വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുമ്പോൾ എല്ലാ നന്മയിലും സഹോദരങ്ങളെ ഒരു പ്രതിഫലം നമ്മൾ കാണുക എന്നുള്ളതാണ് പറഞ്ഞതിന് ചുരുക്കം. നല്ല നെയ്യത്തോടു കൂടെ ജീവിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പണ്ഡിതന്മാർ പറഞ്ഞില്ല, നാളെ നിന്റെ പരലോകത്ത് നിന്റെ നന്മയുടെ തുലാസിന് കനം തൂങ്ങുന്ന അമലുകളൊന്നും നീ ഒഴിവാക്കി കളയരുത്, ചെറുതായി കളയരുത് എന്നതാണ്. അഥവാ അത് നിനക്ക് എന്തെങ്കിലും ഒരു നിലക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വല്ലാത്ത നഷ്ടമായിരിക്കുമെന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളെ കൊണ്ട് ഈ ഒരു ചിന്ത നമ്മൾ ഉണ്ടാക്കിയെടുക്കുക, ഒരു ക്രമീകരണം നമ്മൾ വരുത്തുക. പ്രത്യേകിച്ച് നിസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യം, പൊതു കൊടുക്കുന്ന കാര്യം മുതൽ ഞാൻ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ സൂചിപ്പിച്ചു. ഇതൊക്കെ നമ്മൾ ഡെയിലി ചെയ്യുന്നതാണ്. പക്ഷേ ഈ ഒരു അശ്രദ്ധ കൊണ്ട് നമുക്ക് വലിയ പ്രശ്നമാണ് വന്നുകൊണ്ടിരിക്കുന്ന ബോധത്തോടു കൂടെ തിരിച്ചു പിടിക്കത്തക്ക രീതിയിൽ ഒന്ന് ശ്രദ്ധിച്ചും പ്രാർത്ഥിച്ചും ഒരു ക്ഷമയോടുകൂടെ അതൊക്കെ നിർവഹിക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ആയുസ്സാണ് തീർന്നുകൊണ്ടിരിക്കുന്നത്, ഖബറിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കണമെന്ന് പരിപൂർണമായ ബോധത്തോടു കൂടെ ജീവിക്കുക. റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 2 കാര്യങ്ങൾ സൂചിപ്പിക്കണം. ഒന്ന് സുഹൃത്തുക്കളെ, പിന്നെ നമ്മുടെ ഒരു ആദർശ സുഹൃത്തായ അനീസ് എന്ന് പറയുന്ന ഒരു സഹോദരൻ, ഈ അടുത്ത് പിന്നെ മഞ്ചേരി ഭാഗത്ത് ജീവിക്കുന്ന മനുഷ്യനാണ്. അദ്ദേഹം ഒരു ആക്സിഡൻറ്റിൽപ്പെട്ട് ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് ഉള്ളത്. വെന്റിലേറ്ററിൻ്റെ സഹായത്തിലാണ് 39 വയസ്സുകാരനായ ഒരു കുടുംബത്തെ നോക്കുന്ന മക്കളുടെ പിതാവായ പ്രിയതമയുടെ ഭർത്താവായ മനുഷ്യനുള്ളത്. പ്രാർത്ഥനയാണ് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്.
ഒരു ജോലിക്ക് പോയി തിരിച്ചു വരുമ്പോൾ പൊടുന്നനെ സംഭവിക്കുകയാണ്. നമുക്കറിയില്ല നാളെ റബ്ബ് നമുക്ക് എന്തൊക്കെയാണ് കരുതി വെച്ചിരിക്കുന്നത് എന്ന്. റഹ്മാനായ റബ്ബ് എല്ലാ ആപത്തും നമ്മളെയും കുടുംബത്തെയും കാക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അദ്ദേഹത്തിന് ഇപ്പോൾ ഉപകാരപ്പെടുന്നത് അത് മാത്രമാണ്. മനസ്സ് തട്ടിയുള്ള പ്രാർത്ഥന ഉണ്ടാകണം. അർഷിൽ തട്ടുന്ന പ്രാർത്ഥനകൾ നമ്മൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം. സഹോദരൻ്റെ അഭാവത്തിൽ അവന് വേണ്ടി നടത്തപ്പെടുന്ന പ്രാർത്ഥന ദഅവത്തും മുസ്തജാബയാണെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ, ഇത്തരം ഘട്ടങ്ങളിലൊക്കെ നമ്മൾ നാളെ പോയി ചാടുമ്പോൾ നമുക്ക് വേണ്ടി മിമ്പറകൾ ചലിക്കും, നമ്മുടെ പേര് മിമ്പറകളിൽ ഓർക്കപ്പെടും. അന്ന് നമുക്ക് വേണ്ടി കനപ്പെട്ട പ്രാർത്ഥനകൾ കിട്ടണമെങ്കിൽ സഹോദര, ഈ അവസരം അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരൻ്റെ എല്ലാവിധ പ്രയാസങ്ങളും ഉടനെ മാറ്റി ഒരു റാഹത്തായ ജീവിതത്തിലേക്ക് അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരുമാറാകട്ടെ.